ഹലോ. ആ, ഞാൻ അച്ഛനാ. അമ്മയ്ക്ക് വേദന വളരെ കൂടുതലാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഡോക്ടർ ശ്രീരാജിനെ വിളിക്കാൻ വരുന്നില്ലേ? വിളിച്ചു. ഡോക്ടർ അവിടെ ഇല്ല. എങ്കിൽ അച്ഛൻ വേഗം അമ്മയെ മെഡിക്കൽ ഹോമിലേക്ക് കൊണ്ടുവരൂ. ഞാൻ അങ്ങോട്ട് വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. വരും. എനി പ്രോബ്ലം ഡോക്ടർ? രണ്ടാമത്തെ കിഡ്നിയും വളരെ വീക്കായിരിക്കാണ്. ഡയാലിസിസ് ചെയ്താലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു കിഡ്നി ഡോണറെ ഉടനെ കണ്ടുപിടിക്കുന്നതാവും നല്ലത്. ശ്രമിക്കാം ഡോക്ടർ. AB നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. കൊടുക്കാം ഡോക്ടർ. താമസിക്കും തോറും അപകടം കൂടുകയാണ്. സിസ്റ്റർ. ആ ലീലാമേ, ആ സെല്ലി പിടിച്ചിട്ടിരിക്കുന്ന പ്രശാന്തില്ലേ? അതായത് ആ നാടകക്കാരൻ പ്രഭാകരൻ. ആ, അയാളുടെ ടെമ്പറേച്ചറും BP ഒന്ന് പരിശോധിക്കണം. വേഗം വേണം. എനിക്ക് പനിയൊന്നുമില്ലോ, പിന്നെന്തിനാ കുന്തം വായിലേക്ക് വെക്കുന്നത്? ടെമ്പറേച്ചറും BPയും റെക്കോർഡ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടാ. അല്ല, എന്റെ നോക്കണ്ടേ? ആവശ്യം വരുമ്പോ നോക്കിക്കൊള്ളാം. എടാ, എനിക്ക് ഭ്രാന്തില്ലെന്നും നമ്മൾ രണ്ട് നാടകക്കാരാണെന്നും യമുനയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നതെന്നൊക്കെ ഡോക്ടർക്ക് അറിയില്ലേ? കറക്റ്റ്. പിന്നെ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? മൊത്തത്തിൽ ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. മെഡിക്കൽ ഹോം അല്ലേ? ആ, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാറാ. ഡോക്ടർ ശ്രീരാജിനൊന്ന് കണക്ട് ചെയ്യൂ പ്ലീസ്. ആ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. അതെ, ശരിയായി. അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വന്നില്ല. അതെ, കിഡ്നി സംഭാവന ചെയ്യാൻ ഒരാൾ സമ്മതിച്ചിട്ടുണ്ട്. അല്ലല്ല, അതെന്റെ ഇവിടുത്തെ ഒരു പേഷ്യന്റാ. പോളെ, എന്താ എന്താ പിന്നെ? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. പ്രഭാകരനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. എന്തിനാ? എനിക്കറിയില്ല. അവര് വരുന്നു, ഞാൻ പോട്ടെ. കണ്ണുകൊണ്ടൂടെ? ഞാൻ മെഡിസിൻ റീചാർജ് ചെയ്ത് കൊണ്ടുവരാം. ഏത് മെഡിസിനാ? പെൻഡോത്താൻ. എന്താ എന്താ കാര്യം? ഒന്ന് വേഗം കൊണ്ടുപോടും. അയാളെ എവിടെ കൊണ്ടുവന്നതാ സിസ്റ്റർ? സിസ്റ്റർ എന്തിനാ അതൊക്കെ അറിയുന്നത്? സിസ്റ്ററിന് ഫീമെയിൽ വാർഡിനല്ലേ ഡ്യൂട്ടി? അങ്ങോട്ട് പോയിക്കോളൂ. ഇങ്ങോട്ട് പറ, അങ്ങോട്ട് പോവാ. അറിയോട്ടെ, ഇതെന്താ മെന്റൽ ഹോസ്പിറ്റലോ ജയിലോ? അസുഖമില്ലാത്തവരൊക്കെ പിടിച്ച് സെല്ലിൽ അടയ്ക്കാൻ?
ആവശ്യമില്ലാത്തൊരു പോലെ വേഗം എടുക്കണം വേഗം തുറക്കാൻ. യമുനെ ഇറങ്ങിക്കൊണ്ടുവരും. പോയി സെല്ല് കാണിച്ചു കൊടുക്കണം. അറിയില്ല. ബോധം കെടുത്തി എങ്ങോട്ട് കൊണ്ടുപോയി? എവിടെയാണെന്ന് അറിയില്ലേ? ഇല്ല. ആ ഉണ്ടക്കണ്ണി നേഴ്സിനെ അറിയാം. പ്രഭാകരൻ എവിടെ കൊണ്ടുപോയിരിക്കുന്നു? മെഡിക്കൽ ഷോപ്പിൽ. പ്രഭയുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയേണ്ടത് ബീനയോടാണ്. പ്രഭയെ ബോധം കെടുത്താൻ ഞാൻ ചാർജ് ചെയ്ത് കൊടുത്തത് പെൻഡോത്താളിന് പകരം ഡൈസിപ്പാമായിരുന്നു. അതാ വേഗം ബോധം തെളിഞ്ഞു. കഴിഞ്ഞെല്ലാം മറന്ന് നിങ്ങൾ വിശ്വകലയുമായി സഹകരിക്കണം. ഒരു പ്രശ്നം വരുമ്പോ നമ്മളൊക്കെ ഒന്നാണെന്ന് മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്ത് തന്നാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. അമ്മച്ചി തരുന്ന എമൗണ്ട് എത്ര കൂടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. സന്തോഷത്തോടെ ഞങ്ങളത് വാങ്ങിക്കും. ഏയ് അമ്മച്ചി, ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട. അമ്മച്ചിയുടെ അനുഗ്രഹം മാത്രം മതി. ഈ ഡീസന്റ് ഷൈനിങ്ങിന്റെ പിന്നിലുള്ള കളി എന്താണെന്ന് ആർക്കും ഇപ്പൊ മനസ്സിലാവില്ല. കാലം തെളിയിക്കും. പോളെ വേണ്ട വേണ്ട, പേടിക്കണ്ട. കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാം മംഗളമായിട്ട് വരും.